അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ്. മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് ട്രിപ്പ് ഓഫ് ലഹോള എന്നുള്ള പാഠമാണ്. പിന്നെ ദ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോയം, ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്ന ആ ഒരു മിത്തിക്കലായിട്ടുള്ള എലമെൻറ്റ്. ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലഹോളയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ യൂണിറ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരെ ഒറ്റ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാരണം പൊതുവേ കോൺസെപ്റ്റ് പ്രയാസമായതുകൊണ്ട് നമ്മൾ പഠിക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഒരെണ്ണമാണ് ലഹോള. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് 2 യൂണിറ്റുകൾ നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് വിട്ടിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലഹോളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലഹോള എന്ന് പറയുന്ന ബലൂൺ പറക്കാൻ തുടങ്ങുന്നത് അത് പല രീതിയിൽ ചോദിക്കാം. പറക്കാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന ഒരാൾ നറേറ്റ് ചെയ്യുന്നതായിട്ട് ചോദിക്കാം, ഒരു ലൈവ് TV റിപ്പോർട്ടായിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ലൈവ് TV റിപ്പോർട്ടായിട്ട് ചോദിച്ചാൽ ലഹോള പറന്ന് പോകുമ്പോഴത്തെ കാര്യമൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ലഹോള പറന്ന് പൊങ്ങുമ്പോൾ ഉള്ളത് വരെയുള്ള കാര്യങ്ങളെ എഴുതാൻ പറ്റും. പിന്നെ ലഹോളയുടെ ഫ്ലൈറ്റ് നമുക്കൊരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ആ ലഹോളയിലുള്ള ഒരാൾ തന്നെ സ്വന്തം അനുഭവമായിട്ട് പറയുന്നതായിട്ട് ചോദിക്കാം. ലഹോളയുടെ ലാൻഡിങ് ഡൗൺ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ടോ ഒരു പെസൻറ്റ് കണ്ടിട്ട് നറേറ്റ് ചെയ്യുന്നതായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ടേക്കിംഗ് ഓഫ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, ലാൻഡിങ് ഡൗൺ ഉണ്ട്. ലഹോളയുടെ യാത്രയെ പറ്റി ചോദിച്ചാൽ നമ്മൾ ഇത് 3ഉം കൂടെ ചേർത്ത് എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ TV റിപ്പോർട്ട് ഓൺ ദ ഫ്ലൈറ്റ് ഓഫ് ലഹോള. ലഹോളയുടെ ടേക്കിംഗ് ഓഫ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ടേക്കിംഗ് ഓഫ്. അപ്പോൾ നമ്മളൊരു TV റിപ്പോർട്ടായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദ സ്പെഷ്യൽ ലൈവ് ഷോ. ലഹോള ഒരു വട്ടമല്ലേ പറക്കുന്നത്, അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ലൈവ് ഷോ ആണ്. ലൈവ് ഷോ ആണ്, സ്പെഷ്യൽ ലൈവ് ഷോ ആണ്. ദിസ് ഈസ് BBC ലൈവ്. ചാനലിൻ്റെ പേര് പറയണം. ഐ എം വർഗീസ് തോമസ് ജോയിനിങ് യു ഓൺ ദിസ് വെരി സ്പെഷ്യൽ ഡേ ടു വിറ്റ്നസ് ദ അഡ്വഞ്ചറസ് ഫ്ലൈറ്റ് ഓഫ് എ ബലൂൺ. ടു വിറ്റ്നസ് ദ അഡ്വഞ്ചറസ് ഫ്ലൈറ്റ് ഓഫ് എ ബലൂൺ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ബലൂണിൻ്റെ അഡ്വഞ്ചറസ് ഫ്ലൈറ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വി ഹാവ് ക്യാപ്റ്റൻ ജോവിസ് ആൻഡ് ഹിസ് ടീം പ്രിപ്പയറിംഗ് ദ ബലൂൺ. അപ്പോൾ ബലൂൺ പറക്കണമെങ്കിൽ ആദ്യം ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ ടീമും ബലൂൺ പ്രിപ്പയർ ചെയ്യുകയാണ്. So welcome to the special live show. This is BBC Live and I am Varghese Thomas joining you on this special day to witness the adventurous flight of a balloon, Lahola. And here we have Captain Jovis and his team preparing the balloon. Now, ബലൂൺ പറക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ക്യാപ്റ്റനും ടീമും ബലൂൺ ഫില്ല് ചെയ്യുന്നു. ചുറ്റും ഒരുപാട് ആളുകൾ ബലൂൺ പറക്കുന്നത് കാണാൻ വേണ്ടി നിൽപ്പുണ്ട്. അവരാരും ബലൂണ് നന്നായിട്ട് വിജയിക്കുമെന്നൊന്നും പറയുന്നില്ല. അതേസമയം ക്യാപ്റ്റൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത് കഴിഞ്ഞ് ബലൂണിൻ്റെ ഒരു ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്യും. ബലൂണിന് ഒരു കയർ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് യാത്രക്കാർ അതിലേക്ക് കയറും. അങ്ങനെ കയറുന്ന വഴിക്ക് പാർട്ടി സർവീസിന് സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരും. അങ്ങനെയാണ് ബലൂൺ മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, വോട്ട് ഐ സി നമ്മൾ ഒരു TV റിപ്പോർട്ടായിട്ട് പറയുവാണ്ട് റിപ്പോർട്ടർ പറയുന്നതായിട്ട് നമ്മൾ എഴുതുക, പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. വോട്ട് ഐ സി ഹിയർ ഈസ് എ ബിഗ് ക്രൗഡ് അസംബിൾഡ് അറൗണ്ട് ദ ബലൂൺ. ഒരു വലിയ ജനക്കൂട്ടമാണ് ബലൂണിന് ചുറ്റും നിൽക്കുന്നത്. ഇത് ബലൂൺ ഈസ് ലൈങ് ഇൻ ദ കോർട്ട്യാർഡ്. ബലൂൺ തണ്ട അവിടെ മുറ്റത്ത് കിടപ്പുണ്ട്. ഓൺ എ മഹാഗണി പ്ലേറ്റ് ഇറ്റ് ഈസ് റിട്ടൺ ലഹോള. മഹാഗണി പ്ലേറ്റിൽ ലഹോള എന്ന് എഴുതിയേക്കുന്നത് കാണാം. ദ വർക്കേഴ്സ് ആർ ഫില്ലിംഗ് ഗ്യാസ് ഇൻ ടു ദ ബലൂൺ ആൻഡ് ഇറ്റ് ഈസ് അൺഡുലേറ്റിംഗ് ലൈക്ക് ആൻ ഇനോർമസ് ബോം. വർക്കേഴ്സ് ബലൂണിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നു. ബലൂണിലേക്ക് ആ ഗ്യാസ് പോകുന്ന ട്യൂബ് ഒരു പുഴുവിനെ പോലെ ഇങ്ങനെ കിടന്ന് അടിക്കുന്നു. ക്യാപ്റ്റൻ ജോവിസ് ദ ലീഡർ ഓഫ് ദ ടീം ഈസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. ക്യാപ്റ്റൻ ജോവിസിനാണ് ബലൂൺ പറത്തിയുള്ള എക്സ്പീരിയൻസ് ഉള്ളത്, ബലൂൺ വർക്ക് ചെയ്യിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അദ്ദേഹം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. പീപ്പിൾ ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളാണ്. ഫ്രം ദെയർ കോൺവെർസേഷൻ, അവരുടെ ചർച്ചയിൽ നിന്ന് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ നോട്ട് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ. അവർ ബലൂണിൻ്റെ ഫ്ലൈറ്റിനെ പറ്റി അത്ര ഒപ്റ്റിമിസ്റ്റിക് ഒന്നുമില്ല, ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. ബട്ട് ദ ക്യാപ്റ്റൻ ആൻഡ് ദ ട്രാവലേഴ്സ് ആർ ഒപ്റ്റിമിസ്റ്റിക്. ക്യാപ്റ്റനും ട്രാവലേഴ്സിനും യാതൊരു സംശയവുമില്ല ബലൂണ് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു ലൈവ് നറേഷനായിട്ട് വേണം പറയാൻ. വാട്ട് ഐ സീ ഹിയർ ഈസ് എ ബിഗ് ക്രൗഡ് അസംബിൾഡ് അറൗണ്ട് ദ ബലൂൺ ആൻഡ് ദ ബലൂൺ ഈസ് ലൈങ് ഇൻ ദ കോർട്ട്യാർഡ്. ദ വർക്കേഴ്സ് ആർ ഫില്ലിംഗ് ഗ്യാസ് ഇൻ ടു ഇറ്റ് ആൻഡ് ഇറ്റ് അൺഡുലേറ്റ്സ് ലൈക്ക് ആൻ ഇനോർമസ് ഫോം. And the people assembled around are speaking something. They are not at all optimistic about the flight of the balloon, but Captain Jovis and his team, they are very much optimistic about the flight of the balloon.
And here the balloon looks like a prodigious golden fruit and it is still ripening. ചില സെൻറ്റൻസുകൾ ടെക്സ്റ്റിൽ അതേപോലെ പഠിക്കുക. The balloon looks like a prodigious golden fruit. അതിമനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള പഴം പോലെയാണ് ബലൂൺ. And it is still ripening. ഇപ്പോഴും പഴുത്തുകൊണ്ടേ ഇരിക്കുന്നത് പോലെ ഇരിക്കും. Everything is ready. എല്ലാം റെഡിയാണ്. And Lieutenant Mallet jumps into the net between the basket and the balloon. There is a net between the basket and the balloon. ബലൂണിനും ബാസ്ക്കറ്റിനും ഇടയ്ക്ക് ഒരു നെറ്റ് ഉണ്ട്. അതിലേക്ക് ലെഫ്റ്റനൻറ്റ് മാലറ്റ് ചാടി കയറും. ദ ട്രാവലേഴ്സ് ഇൻക്ലൂഡ് യാത്രക്കാർ മിസ്റ്റർ ബിയർ ഉണ്ട്, പോൾ ബെസന്ത് ഉണ്ട്, പാട്രിസ് ഐറിസ് ഉണ്ട്, ഗൈഡ് മോപ്പസാങ് ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് ഉണ്ട്, ലെഫ്റ്റനൻറ്റ് മാലറ്റ് ഉണ്ട്, മിസ്റ്റർ ബിയർ ഉണ്ട്, പോൾ ബെസന്ത് ഉണ്ട്, പാട്രിസ് ഐറിസ് ഉണ്ട്, ഗൈഡ് മോപ്പസാങ്. നമ്മുടെ ഓതറിൻ്റെ പേരാണ് ഗൈഡ് മോപ്പസാങ്. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് ലീഡറാണ്, ലെഫ്റ്റനൻറ്റ് മാലറ്റാണ് ആ വലയിലുള്ളത്, ബാക്കിയുള്ളത് യാത്രക്കാർ ക്യാപ്റ്റനോടൊപ്പം കയറേണ്ടവരാണ്. ഓ മിസ്റ്റർ പാട്രിസ് ഈസ് കമ്മിങ് ബാക്ക്, പാട്രിസ് തിരിച്ചു വരുന്നു. ലെറ്റസ് ആസ്ക് ഹിം വാട്ട് ഹാസ് ഹാപ്പൻഡ്. നറേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുക. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുക എന്ത് സംഭവിച്ചെന്ന്. ഹി സേസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ ഹെവി വെയിറ്റ്, ബലൂണിൻ്റെ ഹെവി വെയിറ്റ് കാരണം ഹി ഹിംസെൽഫ് ഹാസ് ഗോട്ട് ഡൗൺ ഫ്രം ദ ബലൂൺ. അദ്ദേഹം സനി ഇറങ്ങിയാണെന്നാണ് പറഞ്ഞത്. ദ ക്യാപ്റ്റൻ കമാൻഡ്സ് ലെറ്റ് ഇറ്റ് ലൂസ്, ലെറ്റ് ഇറ്റ് ലൂസ് എന്ന് കമാൻഡ് ചെയ്യുന്നു. ആൻഡ് ദ റോപ്പ് ഈസ് കട്ട് വിത്ത് വൺ സ്ട്രോക്ക്. ആ ബലൂൺ കെട്ടിവെച്ചിരിക്കുന്ന റോപ്പ് ഒറ്റ വെട്ടിന് മുറിക്കുന്നു. സോ നോക്കിക്കേ, ദ ബലൂൺ ലുക്സ് ലൈക്ക് എ പ്രൊഡീജിയസ് ഗോൾഡൻ ഫ്രൂട്ട് ദാറ്റ് ഈസ് സ്റ്റിൽ റൈപ്പനിങ്. എവറിത്തിങ് ഈസ് റെഡി. ലെഫ്റ്റനൻറ്റ് മാലറ്റ് ജംപ്സ് ഇൻ ടു ദ നെറ്റ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. The travelers include Mr. Beer, Mr. Paul Besson, Mr. Patrice Iris and Guide Maupassant. Oh, Mr. Patrice Iris is coming back. Let us ask him what has happened. And he says that he himself has got down from the balloon because of heavy weight. It can't stand so many people. So the captain commands, let it loose, and the rope is cut with one stroke. Now, അവിടെ തീരുവാണത്. The balloon is flying high. ബലൂൺ പറക്കാൻ തുടങ്ങുകയാണ്. And it is moving away. അത് പറന്ന് ദൂരേക്ക് പോവുകയാണ്. It becomes smaller and smaller and disappears. ചെറുതായി ഡിസപ്പിയർ ചെയ്യുന്നു. The crowd is very excited now. ആളുകൾ എക്സൈറ്റഡ് ആയി, കാരണം അവർ പ്രതീക്ഷിച്ചില്ല ഇത് പറന്നു പോകുമെന്ന്. Let us wish them all the success. അവർക്ക് എല്ലാ സക്സസ്സും വിഷ് ചെയ്യാം. നോക്കിക്കേ, the balloon is flying high and it is moving away. It becomes smaller and smaller and disappears. The crowd is very excited now. Let us wish them all the success. With cameraman Sunil Kumar, it is Varghese Thomas for BBC Live. Here, let us make a short summary of what is happening. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക. A big crowd is assembled around the balloon. ബലൂണിന് ചുറ്റും ഒരു വലിയ ക്രൗഡ് നിൽക്കുന്നു. The workers are filling gas into it. ജോലിക്കാർ അതിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുകയാണ്. ആൻഡ് ക്യാപ്റ്റൻ ജോവിസ് ഈസ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. ബലൂൺ എങ്ങനെ ഇരിക്കുന്നത്? The balloon looks like a prodigious golden fruit that is ripening. പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗോൾഡൻ ഫ്രൂട്ട് പോലെയാണ് ബലൂണ് ഇരിക്കുന്നത്. ആൻഡ് ദ ട്രാവലേഴ്സ് ഇൻക്ലൂഡ് ക്യാപ്റ്റൻ ജോവിസ്, ലെഫ്റ്റനൻറ്റ് മാലറ്റ്, ഗൈഡ് മോപ്പസാങ്, പാട്രിസ് ഐറിസ്, Etrin Beer, Paul Besant, and Lieutenant Mallet jumps into the net between the basket and the balloon. ബലൂണിനും ബാസ്ക്കറ്റിനും ഇടയിലുള്ള നെറ്റിലേക്ക് അദ്ദേഹം ചാടിക്കയറും. Since there is not enough space, Patrice Iris get down. Patrice Iris get down. Now, the travelers get into the basket. Travelers ബാസ്ക്കറ്റിലേക്ക് കയറുന്നു. The rope is cut with one stroke.
rope is cut and the balloon rises. ബലൂൺ മുകളിലേക്ക് പറന്ന് പോകും. ഇത്രയാണ് സംഭവം. നോക്കിക്കേ, the balloon is lying in the courtyard. The workers are filling gas into it and Captain Jovis is giving them instructions. So the balloon, the tube is undulating like an enormous worm. The balloon looks like a prodigious golden fruit which is still ripening. Once the gas was enough, once there was enough gas, the basket was attached. The travelers include Captain Jovis, Lieutenant Mallet, Patrice Iris, Mr. Beer, Guide Maupassant, Paul Besant, etc. Lieutenant Mallet jumps into the net between the basket and the balloon, and the other travelers get into the basket. But since there is not enough space, Patrice Iris get down. So everything was ready. The captain commanded, let it loose, and the rope was cut with one stroke. And the balloon started rising all on a sudden. ഇതാണ് കോർ ഐഡിയ. നമ്മളത് എഴുതിയത് ഒരു നറേഷൻ പോലെയാണ്, പക്ഷെ നമുക്ക് വേറൊരു ആൻസറിന് ഉപയോഗിക്കണമെങ്കിൽ ഈ കോർ ഐഡിയ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പാട്രിസ് ഐറിസിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തോട് നമ്മൾ ഒരു ഇൻ്റർവ്യൂ നമുക്ക് നോക്കാം. ചുമ്മാ അതൊരു ഇൻ്റർവ്യൂ. വൈ ആർ യു ബാക്ക് വിതൗട്ട് ഫ്ലൈയിങ് വിത്ത് ദം ഇൻ ദ ബലൂൺ? ബലൂണിൽ പറക്കാതെ താങ്കൾ എന്താ തിരിച്ചു പോരുന്നത്? The balloon can't stand more than 5 people. ബലൂൺ 5 കൂടുതൽ ആൾക്കാരെ താങ്ങാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈ യു ഗോട്ട് ഡൗൺ ഫ്രം ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും വെളിയിൽ ഇറങ്ങിയത്. അതിപ്പോഴാണ് മനസ്സിലായത്. സോ ദ ബലൂൺ കാൺട്ട് സ്റ്റാൻഡ് മോർ ദാൻ 5 people, സോ ഐ ഗോട്ട് ഡൗൺ ഫ്രം ഇറ്റ്. വൈ ആർ യു സെലക്ടഡ് ടു ഗോ ഔട്ട്? അതെന്ത് താങ്കളെ സെലക്ട് ചെയ്യാൻ കാരണം? വെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ബലൂൺ ഈസ് ഓവർലോഡഡ്. ബലൂൺ ഓവർലോഡ് ആണെന്ന് മനസ്സിലായപ്പോൾ ഐ മൈസെൽഫ് ഗോട്ട് ഡൗൺ ഫ്രം ഇറ്റ്. ഞാനായിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഹൗ ആർ യു ഫീലിംഗ് നൗ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഐ എം എ ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ഇത്തിരി നിരാശയുണ്ട്. ഐ വാസ് സോ ഈഗർ ടു ഫ്ലൈ ഇൻ ഇറ്റ്. പറക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ബട്ട് ദെയർ ഇഫേർട്സ് വെർ മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് മൈൻ. അതുകൊണ്ടാണല്ലോ, എന്നേക്കാൾ കൂടുതൽ അർഹത അവർക്കുള്ളത് കൊണ്ടാണല്ലോ ഞാൻ മാറിക്കൊടുത്തത്. ഇൻ എ വേ ഐ എം ലക്കി ബിക്കോസ് ഐ വാസ് എ ലിറ്റിൽ അഫ്രൈഡ് സിൻസ് ഐ ഡിഡ് നോട്ട് ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ്. എനിക്ക് നേരത്തെ പറഞ്ഞുള്ള അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഐ കൺസിഡർ ഇറ്റ് ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. വാട്ട് കൈൻഡ് ഓഫ് എ ഫീലിംഗ് ഡു യു ഹാവ് ടുവേർഡ്സ് യുവർ ഫ്രണ്ട്സ്? ഫ്രണ്ട്സിനോട് എന്ത് ഫീലിംഗ്? അവിടെ ദേഷ്യമുണ്ടോ? ഐ എം വെരി ഹാപ്പി ദാറ്റ് ഓൾ ഓഫ് ദം ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫ്ലൈ ഇൻ ദ ബലൂൺ. എല്ലാവർക്കും ബലൂണിൽ പറക്കാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓൾ ഓഫ് ദം ഡിസേർവ് ഇറ്റ് ബിക്കോസ് ദേ വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. അവരെല്ലാം ഇതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചതുകൊണ്ട് അവരത് അർഹിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതേ ഉള്ളൂ. ലെറ്റ് us മൂവ് ഓൺ ടു ദ ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ, നറേഷൻ ബൈ എ ട്രാവലർ. നമ്മുടെ ബലൂണിൻ്റെ ഫ്ലൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ദ റോപ്പ് വാസ് കട്ട് വിത്ത് വൺ സ്ട്രോക്ക് ആൻഡ് ദ ബലൂൺ സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹൈ. ഇവിടെ മുതൽ നമ്മളിതൊരു ബലൂണിലുള്ള ഒരാൾ നറേറ്റ് ചെയ്യുന്ന പോലെ എഴുതുകയാണ്. ദ റോപ്പ് വാസ് കട്ട് ആൻഡ് ദ ബലൂൺ സ്റ്റാർട്ടഡ് മൂവിങ് ഓൾ ഓൺ എ സഡൻ. ഇവിടെ വരെയുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതും വേണം. The balloon is lying in the courtyard. The workers started filling gas into it. അതൊക്കെ വേണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. By throwing a paper out of the basket, ഒരു പേപ്പർ ബാസ്ക്കറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇട്ടാൽ we could see whether the balloon was rising or falling. ബലൂൺ റൈസ് ചെയ്യുവാണോ, മുകളിലോട്ട് പൊങ്ങുവാണോ, അതോ ഫോളിങ് താഴോട്ട് വീഴുവാണോ എന്നറിയാൻ ഒരു പേപ്പർ എടുത്ത് പുറത്തോട്ട് ഇട്ടാൽ മതി. By throwing a paper out of the basket, we could see whether the balloon was rising or falling. How? If the paper goes up, the balloon was falling. If the paper goes down, the balloon was rising. So, by throwing a paper out of the basket, we could see whether the balloon is rising or falling. The balloon was rising or falling. If the paper went down, the balloon was rising. If the paper went up, the balloon was falling. Past tense എഴുതുമ്പോൾ പാസ്റ്റിൽ എഴുതുക, പ്രസൻറ്റിൽ എഴുതുമ്പോൾ പ്രസൻറ്റിൽ എഴുതുക. We reached 500 meters. ആദ്യം അവരെത്തുന്ന മാർക്ക് എന്ന് പറയുന്നത് 500 meter ആണ്. The view was superb and we were able to enjoy the sights and sounds from the earth. The view was superb. കാഴ്ച അതിമനോഹരമാണ്. And we could enjoy the sights and sounds from the earth. ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ ശബ്ദമാണ്? We could hear the sound of the wheel, ചക്രം ഉരുളുന്നതിൻ്റെ ശബ്ദം. The lowing of the cow, പശു അലറുന്ന ശബ്ദം. The barking of dogs, പട്ടി കുരയ്ക്കുന്ന ശബ്ദം. The mewing of cats, ക്യാറ്റ്സിൻ്റെ ശബ്ദം. And the sounds made by the children, കുട്ടികളുടെ ശബ്ദം. ആൻഡ് വി കുഡ് സി, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? ഡോംസ്, ഇങ്ങനെ കമാൻ ആകൃതിയിലുള്ള കെട്ടിടങ്ങൾ. ടവേഴ്സ്, പൊങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ. ലോങ് റോഡ്സ് ആൻഡ് ദ ഗ്രീൻ ഫീൽഡ്സ് ബിനീത്ത് അസ്, ഞങ്ങൾക്ക് താഴെ ആ ഗ്രീൻ ഫീൽഡ്സും ഒക്കെ കാണാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഇപ്പോൾ നോക്കിക്കേ, ദ റോപ്പ് വാസ് കട്ട് വിത്ത് വൺ സ്ട്രോക്ക്. ദ ബലൂൺ സ്റ്റാർട്ടഡ് മൂവിങ് ഓൾ ഓൺ എ സഡൻ ആൻഡ്
We could see whether the balloon was rising or falling by throwing a paper out of the basket. If the paper went down, the balloon was rising, and if the paper went up, the balloon was falling. And we reached 500 meters, and we could enjoy all the sights and sounds from the earth. The sounds, the sound of the wheel, the lowing of the cat, the barking of dogs, the mewing of cats, sounds made by children, etc. And we could see the domes, towers, long roads, and the green fields beneath us. Whenever we descended, എപ്പോഴൊക്കെ താഴേക്ക് പോയോ, ഡിസെൻഡ് ചെയ്തോ, അപ്പോഴൊക്കെ the captain threw a handful of sand or something else from the ballast kept in the balloon. ബലൂണിൽ ഒരു സഞ്ചിക്കകത്തിൽ കുറച്ച് വേസ്റ്റ് ബലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബലൂണ് താഴുന്നെന്ന് തോന്നുമ്പോൾ ബലാസ്റ്റ് എടുത്തൊരു ശകലം എന്തെങ്കിലും ഒരു സാധനം താഴോട്ട് പോയാൽ ബലൂണ് പെട്ടെന്ന് കുതിക്കാൻ തുടങ്ങും മുകളിലോട്ട്. സോ whenever there was a descent, the captain threw a handful of ballast out of the basket. ക്യാപ്റ്റൻ ഒരു കൈ ബലാസ്റ്റ് എടുത്ത് വെളിയിലേക്ക് ഇടും. Nothing is more delicate than the maneuvering of a balloon. കണ പിടിക്കുക, ബലൂൺ പറക്കൽ പോലെ മനോഹരമായ വേറെ എന്തുണ്ട് എന്നാണ് ഓതർ ചോദിക്കുന്നത്. നത്തിങ് ഈസ് മോർ ഡെലിക്കേറ്റ്, അതിമനോഹരം, ദാൻ ദ മാനോവറിങ് ഓഫ് എ ബലൂൺ, ദാൻ ദ ഫ്ലൈയിങ് ഓഫ് എ ബലൂൺ. ആൻഡ് ദ ബലൂൺ ഈസ് എ സ്ലേവ് ഓഫ് ദ വിൻഡ്. ബലൂണ് കാറ്റിൻ്റെ അടിമയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് എ ടോയ്. കണ്ടാൽ ഒരു കളിപ്പാട്ടം പോലൊക്കെ ഇരിക്കും. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ബലൂണിൻ്റെ. ബലൂൺ ഈസ് എ സ്ലേവ് ഓഫ് എ വിൻഡ് എന്നുള്ളത്. ബലൂൺ ഈസ് ദ സ്ലേവ് ഓഫ് ദ വിൻഡ്. ആൻഡ് ദ മൂൺ റോസ്. അടുത്തത് അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ഉദയമാണ്. ആൻഡ് ദ എർത്ത് ഡിസപ്പിയർഡ് ഫ്രം അവർ സൈറ്റ്. ഞങ്ങളുടെ കാഴ്ചയിൽ നിന്ന് ഭൂമി അപ്രത്യക്ഷമായി. വി ഫോർഗെറ്റ് ഓൾ ദ ട്രബിൾസ് ആൻഡ് വറീസ്. ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മറക്കുകയാണ്. ആൻഡ് വി വെയർ എൻജോയിങ് ദ ഫാന്റാസ്റ്റിക് ജേർണി. ഞങ്ങൾ ഈ മനോഹരമായ യാത്ര എൻജോയ് ചെയ്യുകയാണ്. സോ വെനെവർ ദെയർ വാസ് എ ഡിസെൻഡ്, ദ ക്യാപ്റ്റൻ ത്രൂ എ ഹാൻഡ്ഫുൾ ഓഫ് ബലാസ്റ്റ് ഔട്ട് ഓഫ് ദ ബാസ്കറ്റ്. ആൻഡ് nothing is more delicate than the maneuvering of the balloon. The balloon is a slave of the wind and it looks like a toy. The moon rose. ഇത്രയും ഭാഗം നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. The moon rose and the earth disappeared from our sight. We forgot all our troubles and worries and we were enjoying the fantastic journey. And next അവരെത്തുന്നത് 2000 feet ആണ്. We reached up to 2000 feet. Mr. Mallet, നെറ്റിൽ കിടക്കുന്ന അദ്ദേഹം, gave directions and Captain Jovis controlled the balloon. മാലറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ക്യാപ്റ്റൻ ജോവിസ് ബലൂൺ കൺട്രോൾ ചെയ്യുന്നു. At one point, ഒരു സമയത്ത് we mistook the shadow of the balloon for that of a dog. ബലൂണിൻ്റെ നെല്ല് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു ഡോഗാണെന്ന്. And we started moving across some fields and we reached an area which was full of farms. അങ്ങനെ യാത്ര ചെയ്ത് we reached an area which was full of farms. നിറയെ ഫാം ഹൗസ് ഉള്ള ഫാമുകളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തി. And we were moving above some ഫീൽഡ്സ്, വയലുകൾക്ക് മുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. ആൻഡ് വി വെയർ ഹെഡിങ് ടുവേർഡ്സ് ബെൽജിയം. ഞങ്ങൾ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഫ്രാൻസിൽ നിന്ന് തുടങ്ങി ബെൽജിയം വരെ എത്തി. വി സോ എ വാസ്റ്റ് സീ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഞങ്ങളുടെ മുമ്പിൽ കടലാണ്. ആൻഡ് വി വാണ്ടഡ് ടു ലാൻഡ് ഇൻ എ മിനിറ്റ് ഓർ 2. 1-2 മിനിറ്റിൽ ലാൻഡ് ചെയ്തില്ലേ കടലിൽ പോയി ഇറങ്ങേണ്ടി വരും. ദ പെസൻസ് ക്രൈഡ് ഔട്ട് ടു ലാൻഡ് സൂണർ. അപ്പോൾ താഴെ നിൽക്കുന്ന പെസൻസ് ബലൂണിൻ്റെ വരവ് കാണുന്നുണ്ട്. അവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇറങ്ങുന്നു. ദ ക്യാപ്റ്റൻ ക്രൈഡ് ഔട്ട് ടു ഗെറ്റ് റെഡി ടു ലാൻഡ്. ക്യാപ്റ്റൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഗെറ്റ് റെഡി ടു ലാൻഡ്. So we reached up to 2000 feet and Mallet gave instructions and captain was controlling the balloon. At one point they mistook the shadow of the balloon for that of a dog and they started moving across some fields which was full of farms and they saw a vast sea in front of them and they wanted to land in a minute or 2 and the peasants also reminded them of getting down, otherwise they would be in danger. സോ ദ എസ്കേപ്പ്. ഇവിടെയാണ് ബലൂണിൻ്റെ പ്രോസസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എസ്കേപ്പ് വാൽവ് വാസ് ലൂസൻഡ്. എയർ പുറത്തേക്ക് പോകാനുള്ള എസ്കേപ്പ് വാൽവ് ലൂസൻ ചെയ്യും. ഒറ്റയടിക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല. ആൻഡ് മാലറ്റ് ലെഫ്റ്റ് ടു ദ ബലൂൺ. മാലറ്റിന് അങ്ങനെ വലയിൽ തൂങ്ങി നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അതുകൊണ്ട് മാലറ്റ് ലെഫ്റ്റ് ടു ദ ബലൂൺ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ ബാസ്ക്കറ്റ്. അദ്ദേഹം ബാസ്ക്കറ്റിലേക്ക് വന്നു. ദ ബലൂൺ സ്റ്റാർട്ടഡ് ഡിസെൻഡിങ് റാപ്പിഡ്ലി. ബലൂൺ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഫ്രൈറ്റൻഡ് ആനിമൽസ്. ബലൂണ് ആനിമൽസിനെ ഭയപ്പെടുത്തി. The cord that retained the anchor was cut. ഈ ബലൂണിൻ്റെ എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ബലൂണിൽ ഒരു ആങ്കർ വെച്ചിട്ടുണ്ട്. ആ ആങ്കർ വെച്ചിരിക്കുന്ന കോഡ് ചരട് വെട്ടി. അപ്പോൾ ആങ്കർ താഴെ ചെന്ന് ഏതോ മരത്തേൽ കൊളുത്തി. The cord that retained the anchor was cut and the balloon landed in a farm. ബലൂൺ ഒരു ഫാമിൽ ഇറങ്ങി. The villagers were hospitable. വില്ലേജിലെ ആളുകൾ വളരെ ഹോസ്പിറ്റബിൾ ആണ്, ആതിഥേയ മര്യാദയുള്ളവരാണ്. ഹോസ്പിറ്റബിൾ എന്ന് വെച്ചാൽ ആതിഥേയ മര്യാദയുള്ളവർ. ആൻഡ് അക്കോമഡേറ്റിംഗ്, ആര് വന്നാലും സ്വീകരിക്കുന്നവരാണ്. With the help of them, അവരുടെ സഹായത്തോടെ we packed all our belongings and got into the train to Paris. ഞങ്ങളുടെ ബിലോങ്ങിങ്സ്, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ട്രെയിൻ പിടിച്ചു. പാരീസിലോട്ടുള്ള ട്രെയിൻ പിടിച്ചു. So the escape valve was loosened. Mr. Mallet left the balloon. The balloon started descending rapidly and it frightened the animals. The cord that retained the anchor was cut and the balloon landed in a
farm. The villagers were hospitable and accommodating. With the help of them, we packed all our belongings and got train to Paris. അപ്പോൾ summary എന്ത് പറയും? The empty balloon was placed in a ground. Captain Jovis started giving instructions and the workers started filling gas into it. The balloon was supported with the help of a rope. So once there was enough gas, they stopped filling the gas. The balloon looked like a prodigious golden fruit which was still ripening. So once the balloon was full, Lieutenant Mallet jumped into the net between the basket and the balloon. The basket is attached and the travelers got into the basket. The travelers include Captain Jovis, Patrice Iris, Lieutenant Mallet, Mr. Beer, Paul Besant. But there was not enough space for Patrice Iris, so he got down from the balloon. And the captain commanded, let it loose, and the rope was cut all on a sudden, and the balloon started moving all on a sudden. So they reached 500 meters. They could enjoy the sights and sounds from the earth. The sights were the domes, the towers, the green fields, the long roads, etc. The sounds were the lowing of cows, the barking of dogs, the mewing of cats, and the sounds made by children. And by throwing a paper out of the basket, they could see whether the balloon was rising or falling. If the paper went up, the balloon was falling. If the paper went down, the balloon was rising. So gradually they could reach 2000 meter. Whenever there was a descent, the captain threw a handful of ballast out of the basket. So nothing is more delicate than the maneuvering of the balloon, but the balloon is a slave of a wind. And they could see the moon rising and the earth disappeared from their sight, and they forgot all their worries and troubles, and they were enjoying the fantastic journey. And then they reached up to 2000 feet, and Mallet was giving instructions and Captain Jovis was controlling the balloon. At one point they even mistook the shadow of the balloon for that of a dog, and they started moving across some fields, an area which was full of palms, and they saw a vast sea in front of them, and they understood that it was Belgium. So they wanted to land in a minute or two, otherwise they would end up in danger, and the peasants also suggested them to land down sooner. And the escape valve was loosened. Mallet left into the basket, and the cord that retained the anchor was cut, and the balloon landed in a farm. And the villagers were hospitable and accommodating, and with the help of them, they packed all their belongings and got into the train to Paris. ഇതാണ് സമ്മറി. ഇനി ഇവിടെ നമ്മൾ ലാൻഡിങ് ഡൗൺ, നറേഷൻ ഗിവൺ ബൈ എ പെസൻറ്റ് ഓൺ ദ ലാൻഡിങ് ഡൗൺ ഓഫ് ദ ബലൂൺ. അപ്പോൾ പെസൻറ്റ് ബലൂൺ ലാൻഡ് ഡൗൺ ചെയ്യുന്നതിനെ പറ്റി എഴുതുന്നൊരു നറേഷനാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ചോദിച്ചാൽ ബലൂൺ പറക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള കഥ എഴുതി വെക്കരുത്. കാരണം ലാൻഡിങ് ഡൗൺ ചോദിച്ചാൽ പെസൻറ്റ് പറയുന്നതായിട്ട് എഴുതുമ്പോൾ ബലൂൺ പറക്കാൻ തുടങ്ങിയതും ആകാശത്തൂടെ പറന്ന കഥയൊക്കെ പെസൻറ്റിന് എങ്ങനെ അറിയാം? പെസൻറ്റ് എവിടെ മുതലാണ് ബലൂൺ കാണുന്നത്? ദൂരെ നിന്ന് ബലൂൺ വരുന്നിടം മുതലാണ് പെസൻറ്റ് ബലൂൺ കാണുന്നത്. ഇത് എപ്പോഴത്തെ സംഭവമാണ്? അതിരാവിലത്തെ സംഭവമാണ്, 3:15 സംഭവമാണ്. സോ അപ്പോൾ പെസൻസ് ആദ്യം പറയണം, ഞങ്ങൾ അതിരാവിലെ എഴുന്നേക്കും, ഞങ്ങൾ ബലൂണിൻ്റെ വരവ് കണ്ടു, ഞങ്ങളത് സ്മെല്ല് ചെയ്തു, ഞങ്ങളതിനെ പ്രിപ്പയർ ചെയ്തു, ഞങ്ങൾ അവരോട് അപകടത്തിലേക്ക് പോകാതെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു, അവർ എസ്കേപ്പ് വാൽവ് ലൂസൺ ചെയ്യുന്നതും കോഡ് കട്ട് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു, അവരങ്ങനെ ഇവിടെ വന്നിറങ്ങി എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ആനിമൽസ് ഉണ്ടായിരുന്നു, ആനിമൽസിൻ്റെ ഒരു കൗതുകമായി എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. സോ ലെറ്റ്സ് ലുക്ക്. വി ദ ഫാർമേഴ്സ് വേക്കപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്. ഞങ്ങൾ കർഷകർ അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. ദാറ്റ് ഡേ വി ഹാഡ് എ വാർണിംഗ് ഫ്രം ദ ആനിമൽസ്. അന്ന് രാവിലെ ആനിമൽസിൻ്റെ ഒരു വാർണിംഗ് വന്നു. അപ്പോൾ ദ ഡോഗ്സ് വെയർ ബാർക്കിംഗ്, പട്ടി കുരയ്ക്കുന്നു, ദ കൗസ് വെയർ ലോയിങ്, പശു അലറുന്നു, ആൻഡ് ദ ക്യാറ്റ്സ് വെയർ മൂവിങ്, പൂച്ച കരയുന്നു. സോ വി ബിക്കെയിം കോഷ്യസ്. ഞങ്ങളൊരു ഇത്തിരി ശ്രദ്ധിച്ചു, കാരണം എന്തോ അപകടം വരുമ്പോഴാണല്ലോ ആനിമൽസ് ചലിക്കുന്നത്. അറ്റ് ഫസ്റ്റ് വി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എൻ എർത്ത് കേക്ക്. ഇതൊരു ഭൂമി കുലുക്കമാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ബട്ട് സൂൺ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബലൂൺ because we saw it at a distance and there was a smell of it. So at first since the animals made sounds, they thought that it was an earthquake. ഇതൊരു ഭൂമി കുലുക്കമാണെന്ന് അവർ വിചാരിച്ചത്. But later they understood that it was a balloon. അവർക്ക് മനസ്സിലായി ഇതൊരു ബലൂൺ ആണ്. Because the balloon, they saw the balloon at a distance and there was a smell of it. അങ്ങ് ദൂരെ നിന്ന് ബലൂൺ വരുന്നത് കാണാം, ബലൂണിൻ്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. And the balloon came near the farm where there were lots of animals. ബലൂണ് ഫാമിൻ്റെ അടുത്ത് വന്നു, അവിടെ ഒരുപാട് മൃഗങ്ങളെ കാണാനായിട്ട് സാധിച്ചു. ആൻഡ് വി ന്യൂ ദാറ്റ് ഇഫ് ദേ പ്രൊസീഡഡ് ഫോർവേഡ്, ഞങ്ങൾക്കറിയാം അവർ മുമ്പോട്ട് പോയാൽ, ഇഫ് ദേ പ്രൊസീഡഡ് ഫോർവേഡ്, അവർ മുമ്പോട്ട് പോയാൽ ദേ വുഡ് ബി ഇൻ ഡേഞ്ചർ, അവർ അപകടത്തിലാവും. ബിക്കോസ് ദ ബലൂൺ വാസ് മൂവിങ് ടുവേർഡ്സ് എ സീ, ബലൂൺ സീയിലേക്കാണ് പോകുന്നത്. സോ വി ഇൻസിസ്റ്റഡ് ദം ടു ലാൻഡ് ഡൗൺ. ഞങ്ങൾ അതുകൊണ്ട് അവരോട് ഇൻസിസ്റ്റ് ചെയ്തു, അവരോട് പറഞ്ഞു ലാൻഡ് ഡൗൺ ചെയ്യാൻ പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു.
We saw them loosening the escape valve. അവർ escape valve loosen ചെയ്തു and gradually the balloon descended. ബലൂൺ പതിയെ താഴ്ന്നു വന്നു. Since it was not our first experience, ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല, ഞങ്ങൾ ഇതുപോലെ പല ബലൂണുകളും കണ്ടിട്ടുണ്ട്. We were not horrified. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു. We made all the preparations. ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. We shifted the cows and got prepared for the landing of the approaching balloon. ഞങ്ങൾ പശുക്കളെയൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ബലൂൺ വരാൻ വേണ്ടിയുള്ള ബലൂൺ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തി. They cut the supporting rope and landed safely. അവർ സപ്പോർട്ടിംഗ് റോപ്പ് കട്ട് ചെയ്തിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തു. We thank God for rescuing them. ദൈവത്തിന് നന്ദി പറഞ്ഞു അവരെ സഹായിച്ചതിന്. It was a new experience for the children and the animals. കുട്ടികൾക്കും ആനിമൽസിനും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. The animals came to them and gazed at the strangers who landed in a strange way. ഒരു സ്ട്രേഞ്ചായ രീതിയിൽ ലാൻഡ് ചെയ്ത സ്ട്രേഞ്ചേഴ്സിനെ ആനിമൽസ് ഗെയ്സ് ചെയ്തുകൊണ്ടിരുന്നു, സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. And we were happy to accommodate them because we hardly had such guests from the town. ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് ഇത്തരം ഗസ്റ്റുകൾ വരുന്നത് വളരെ റെയർ ആണ്. ഹാർഡ്ലി ഹാഡ് സച്ച് ഗസ്റ്റ് ഫ്രം ടൗൺ. We provided them food. ഞങ്ങൾ അവർക്ക് ഫുഡ് കൊടുത്തു. They took rest for some time and then left the railway station. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ നോക്കിക്കേ. We the farmers wake up in the early morning and that day we had a warning from the animals. The dogs were barking, the cows were lowing, the cats were mewing, so we became cautious. At first we thought that it was an earthquake, but we understood that it was a balloon because the balloon was approaching and there was a smell of it. So the balloon came near the farm where there were a lot of animals, and if we knew that if they proceeded forward they would end up in danger, so we insisted them to land down, and we saw them loosening the escape valve and the balloon gradually descended. Since it was not our first experience, we were not horrified. We made all the preparations. We shifted the animals and they cut the supporting rope, and the cord that retained the anchor was cut and the balloon landed safely in the farm. It was a new experience for the children and the animals. The animals came and stood around these people and they gazed at these people. We were happy to accommodate them because we rarely had such guests from the town, and we provided them food and they took rest for some time and left to the railway station. So that's all about ട്രിപ്പ് ഓഫ് ലഹോള. ഈ ട്രിപ്പ് ഓഫ് ലഹോളയിൽ ഒരു ബലൂൺ എങ്ങനെ പറത്തണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഒരു എംറ്റി ബലൂൺ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിടും, ഒരു ട്യൂബ് കണക്ട് ചെയ്യും, അതിലൂടെ ഗ്യാസ് ഫില്ല് ചെയ്യും. ആവശ്യത്തിന് ഗ്യാസ് ആകുമ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യും. ബലൂൺ ഒരു റോപ്പ് വെച്ചിട്ടാണ് തറയിൽ കെട്ടി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് പറന്നു പോകും. പിന്നെ ബലൂണിലേക്ക് ഒരു ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്യും. പിന്നെ ബലൂണിലും ബാസ്ക്കറ്റിനും ഇടയ്ക്ക് ഒരു വലയുണ്ട്, അതിൽ നിന്ന് ഒരാൾ ബലൂൺ ഒബ്സർവ് ചെയ്യും. പിന്നെ ബലൂണിൽ ആളുകൾ ബാസ്ക്കറ്റ് കണക്ട് ചെയ്ത് ബാസ്ക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന റോപ്പ് ഒറ്റ വെട്ടിന് മുറിക്കും, ബലൂൺ മുകളിലേക്ക് പോകും. പിന്നെ ഒരു പേപ്പർ പുറത്തേക്ക് ഇട്ടാൽ നമുക്കറിയാം ബലൂൺ പൊങ്ങുവാണോ താഴുവാണോ. പേപ്പർ താഴോട്ട് പോയാൽ ബലൂൺ മുകളിലോട്ട് പോകും, പേപ്പർ മുകളിലോട്ട് പോയാൽ ബലൂൺ താഴോട്ട് വരും. പിന്നെ ബലൂണ് മുകളിലോട്ട് പൊങ്ങാൻ വേണ്ടി ബലാസ്റ്റ് എന്ന് പറയുന്ന വേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ മുകളിലോട്ട് പോകണം അന്നേരം ബലാസ്റ്റ് എടുത്ത് വെളിയിലോട്ട് ഇടും. അങ്ങനെ ബലൂണ് സ്മൂത്തായിട്ട് പോകും. ബലൂൺ ഇറങ്ങേണ്ട സമയം വരുമ്പോൾ എസ്കേപ്പ് വാൽവ് ലൂസൻ ചെയ്യണം, അതിൽ കൂടാണ് എയർ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ആങ്കർ കെട്ടി വെച്ചിരിക്കുന്ന കയർ പൊട്ടിക്കണം, എന്നാലേ അതെവിടെയും പോയി പിടിച്ചിട്ട് അവർക്ക് ഗ്രാജുവലായിട്ട് താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നാമെങ്കിലും നല്ല എക്സ്പീരിയൻസും നല്ല അനുഭവ പരിജ്ഞാനം ഉള്ള ഒരാൾക്ക് മാത്രമേ ബലൂണ് പറത്താൻ പറ്റൂ. അതിനകത്ത് റിസ്ക് ഉണ്ട്. ബലൂണ് കാറ്റിൻ്റെ അടിമയായതുകൊണ്ട് തന്നെ അതിനകത്ത് റിസ്ക് ഉണ്ട്, ധാരാളം റിസ്ക്കുകളുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബലൂണ് പറത്തൽ അതിമനോഹരമായ ഒരു അനുഭവമാണ്. ഇത്രയുമാണ് നമ്മൾ പറയേണ്ടത്. നോക്കാം, ദ എം ടി ബലൂൺ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഓപ്പൺ ഗ്രൗണ്ട്. എം ടി ബലൂണ് ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ വെക്കുന്നു. ദ വർക്കേഴ്സ് സ്റ്റാർട്ട് ഫില്ലിങ് ഗ്യാസ് ഇൻ ടു ഇറ്റ് ത്രൂ എ ട്യൂബ്. ഒരു ട്യൂബ് വഴി അതിലേക്ക് വർക്കേഴ്സ് ഗ്യാസ് ഫില്ല് ചെയ്യും. ദ ബലൂൺ ഗ്രോസ് ബിഗർ ആൻഡ് ബിഗർ ആൻഡ് വെൻ ദെയർ ഇസ് ഇനഫ് ഗ്യാസ് ദേ സ്റ്റോപ്പ് ഫില്ലിങ് ഇറ്റ്. ബലൂൺ ബിഗായി വരുന്നു, ഇനഫ് ഗ്യാസ് ആകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. ദ ബലൂൺ ഈസ് സപ്പോർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോപ്പ്. ബലൂണിനെ ഒരു റോപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ദെയർ ഈസ് എ ബാസ്ക്കറ്റ് ആൻഡ് ദ ട്രാവലേഴ്സ് ഗെറ്റ് ഇൻസൈഡ് ദ ബാസ്ക്കറ്റ്. ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, യാത്രക്കാർ ബാസ്ക്കറ്റിനുള്ളിലാണ് കയറുക. There is a net between the basket and the balloon from which a person can observe the flight of the balloon. So ബലൂണിൻ്റെ ബാസ്ക്കറ്റിൻ്റെയും ഇടയിൽ ഒരു നെറ്റുണ്ട്. ആ നെറ്റിൽ നിന്നുകൊണ്ട് ബലൂണിൻ്റെ ഫ്ലൈറ്റിനെ ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. The person in the net gives directions and those in the basket control the flight. ആ നെറ്റിലുള്ള ആൾ ഡയറക്ഷൻ കൊടുക്കും. അയാൾക്ക് മാറി നിന്ന് കാണുന്നത് പോലെ കാണാം ഇത് മുകളിലോട്ട് പൊങ്ങുവാണോ താഴോട്ട് വരുവാണോ. അപ്പോൾ ആ പുള്ളി ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ആളിന് നല്ല സ്കില്ല് വേണം അങ്ങനെ തൂങ്ങി കിടക്കാനായിട്ട്. ആ ആൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും.
ബലൂണിലുള്ളവർ ബലൂണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യും. And there is a pack of ballast. Ballast എന്ന് പറയുന്ന സാധനമുണ്ട്. Whenever there is a need for an upward movement, മുകളിലോട്ട് ചലിക്കേണ്ടി വരുമ്പോൾ the travelers can throw a handful out of the balloon. ബലൂണിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബലാസ്റ്റ് എന്ന് മതി. ബലാസ്റ്റ് കുറച്ചെടുത്ത് താഴോട്ട് എറിയും, അപ്പോൾ ബലൂണ് മുകളിലോട്ട് പോകും. So whenever they wanted an upward movement, they would throw a handful of ballast out of the basket. One can also understand whether the balloon is rising or falling by throwing a paper out of it. ഒരു പേപ്പർ പുറത്തേക്ക് ഇട്ടാൽ ബലൂൺ റൈസ് ചെയ്യുകയാണോ ഫോൾ ചെയ്യുകയാണോ എന്നറിയാം. If the paper goes down, the balloon is rising, and if the paper goes up, the balloon is falling. If the paper goes down, the balloon is rising. If the paper goes up, the balloon is falling. When the balloon reaches the intended height, നമ്മൾ ഉദ്ദേശിച്ച ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ the travelers stop throwing the ballast out of it. ട്രാവലേഴ്സ് യാത്രക്കാർ ബലാസ്റ്റ് എറിയുന്ന പരിപാടി നിർത്തും, ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് വെൻ ദേ വോണ്ട് ടു ലാൻഡ് ഡൗൺ, ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ദ പേഴ്സൺ ഇൻ ദ നെറ്റ് ലീവ്സ് ആൻഡ് ജോയിൻസ് ദ മെൻ ഇൻ ദ ബാസ്ക്കറ്റ്. നെറ്റിലുള്ള ആൾ ലീവ് ചെയ്തിട്ട് ബാസ്ക്കറ്റിലുള്ള ആളുകളോടൊപ്പം എത്തും. ദർ ഇസ് ആൻ എസ്കേപ്പ് വാൽവ് ത്രൂ വിച്ച് ദ എയർ ഗോസ് ഔട്ട്. ഇപ്പോൾ വായു പുറത്തേക്ക് പോകുന്ന ഒരു എസ്കേപ്പ് വാൽവ് വെച്ചിട്ടുണ്ട്. ദ ലൂസൻ ദ വാൽവ്, കട്ട് ഡൗൺ ദ സപ്പോർട്ടിംഗ് റോപ്പ്. അവർ ആ വാൽവ് ലൂസൻ ചെയ്യും, സപ്പോർട്ടിംഗ് റോപ്പ് കട്ട് ഡൗൺ ചെയ്യും, ആൻഡ് ദ ബലൂൺ ലാൻഡ്സ് ഓൺ ദി എർത്ത്. അങ്ങനെ ഭൂമിയിൽ വന്ന് ബലൂൺ ഇറങ്ങും. സോ മനോഹരമായ രീതിയിൽ നമുക്കിത് എഴുതാൻ പറ്റും. ദ എംപ്റ്റി ബലൂൺ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ ഓപ്പൺ ഗ്രൗണ്ട്. ദ വർക്കേഴ്സ് സ്റ്റാർട്ട് ഫില്ലിംഗ് ഗ്യാസ് ഇൻ ടു ഇറ്റ് ത്രൂ എ ട്യൂബ് ആൻഡ് ദ ബലൂൺ ഗെറ്റ്സ് ബിഗർ ആൻഡ് ബിഗർ. വെൻ ദർ ഈസ് ഇനഫ് ഗ്യാസ് ദേ സ്റ്റോപ്പ് ഫില്ലിംഗ് ദ ബലൂൺ. നൗ ദ ബലൂൺ ഈസ് സപ്പോർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോപ്പ്. ദർ ഇസ് എ ബാസ്ക്കറ്റ്. Once the balloon is ready, the basket is attached to it. The travelers get into the basket. There is a net between the basket and the balloon. A person can get into the net and can observe the balloon, the flight of the balloon. The person in the net gives directions and the travelers control the flight of the balloon. So when they want to start, the rope will be cut with one stroke. And there is a pack of ballast. There is a pack of ballast. So whenever they want an upward movement, the travelers can throw a handful of ballast out of the basket. And one can see whether the balloon is rising or falling by putting a paper out of the basket. If the paper goes down, the balloon is rising. And if the paper goes up, the balloon is falling. When the balloon reaches the intended height, they stop throwing the ballast. ബലൂൺ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമ്പോൾ ബലാസ്റ്റ് എറിയുന്ന പരിപാടി നിർത്തും. കുറച്ച് ബലാസ്റ്റ് അവിടെ വെച്ചേക്കും. കാരണം ലാൻഡിങ് ഡൗണിൻ്റെ സമയത്ത് ലാൻഡ് ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒറ്റയടിക്ക് താഴോട്ട് വരുമ്പോൾ ഒന്ന് പൊങ്ങിയിട്ട് താഴോട്ട് വരണമെങ്കിൽ ഒരിത്തിരി ബലാസ്റ്റ് താഴേക്ക് ഇടേണ്ടി വരും. കാരണം ഒരു മരത്തിൻ്റെ ഒക്കെ അടുത്ത് തട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ തട്ടാൻ ഒരു സാധ്യത ഇങ്ങനെ താന്ന് വരുമ്പോൾ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ബലാസ്റ്റ് എടുത്ത് താഴോട്ടിടും. ഇപ്പോൾ ബലൂൺ മുകളിലോട്ട് പോകും, എന്നിട്ട് കറക്റ്റ് പിന്നെയും വന്ന് താഴെ ഇറങ്ങും. സോ വെൻ ദേ want to land down, the escape valve is loosened and the person in the net leaves to the basket. And the escape valve is loosened and the air goes out and they cut down the supporting rope and the balloon lands safely. Lands on the earth. Safe ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കിക്കേ. We may think that it is easy to fly a balloon. ബലൂൺ പറത്താൻ വളരെ എളുപ്പമാണെന്നൊക്കെ നമുക്ക് തോന്നാം. ബട്ട് വൺ നീഡ്സ് തറോ നോളജ്, ഡയറക്ഷൻ സെൻസ്, എവിടെയൊക്കെയാണ് പ്ലേസസ്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊക്കെ എത്ര ഹൈറ്റ് ആയിരിക്കാം ഉദ്ദേശം, ബലൂണിന് എന്തെങ്കിലും അപകടമുണ്ടോ, റിസ്ക് ഉണ്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. വൺ നീഡ്സ് തറോ നോളജ്, വാസ്റ്റ് എക്സ്പീരിയൻസ്, ആഴത്തിലുള്ള അനുഭവ പരിജ്ഞാനം വേണം. കാരണം നമ്മുടെ കൂടെ മറ്റുള്ളവരും വരുന്നുണ്ട്. ജീവൻ വെച്ചുള്ള കളിയാണ്. 20 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ചാടിയാൽ എങ്ങനെ ഇരിക്കുമോ അതേപോലെ ഇരിക്കും. ബാസ്ക്കറ്റൊക്കെ ഡ്രോപ്പ് ആയി കഴിഞ്ഞ് താഴെ വന്ന് വീഴുവാണെങ്കിൽ ഹൈലി ഡേഞ്ചറസ്. ആൻഡ് എ ഗുഡ് ഡയറക്ഷൻ സെൻസ് ടു ഫ്ലൈറ്റ്. നല്ല ഡയറക്ഷൻ സെൻസ് വേണം. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബലൂൺ പറത്തിയാൽ ചിലപ്പോൾ പോയി ഇറങ്ങുന്നത് പാകിസ്ഥാനിലോ ചൈനയിലോ ഒക്കെ ആയിരിക്കും. ഡയറക്ഷൻ യൂറോപ്പിൽ അങ്ങനത്തെ പ്രശ്നമില്ല. യൂറോപ്പിലെ ഏത് രാജ്യങ്ങളിലും അവർക്ക് അവരുടെ വിസ വെച്ചിട്ട് അവർക്ക് ചെല്ലാം. നോ പ്രോബ്ലം ഇസ് ദെയർ. ബട്ട് ഏഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ അത് പറ്റില്ല. മെൻ നീഡ് ട്രമെൻഡസ് കറേജ്. അപാരമായ ധീരത വേണം. പേഷ്യൻസ്, ക്ഷമ വേണം. ആൻഡ് ടോളറൻസ്, സഹനം വേണം ടു ഫ്ലൈ എ ബലൂൺ. നല്ല ട്രമെൻഡസ് കറേജ് വേണം, പേഷ്യൻസ്, ടോളറൻസ്, ഇതൊക്കെ വേണം. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എ ഡേഞ്ചർ അറ്റ് എനി ടൈം സിൻസ് ദ ബലൂൺ ഇസ് എ സ്ലേവ് ഓഫ് ദ വിൻഡ്. ബലൂൺ കാറ്റിൻ്റെ അടിമയായതുകൊണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ഡേഞ്ചർ ഓൾവേസ്. എല്ലായ്പ്പോഴും ഒരു അപകട സാധ്യതയുണ്ട്. ആൻഡ് ഇഫ് ദ ട്രാവലേഴ്സ് ലൂസ് ദ കൺട്രോൾ ഓവർ ഇറ്റ്, യാത്രക്കാർക്ക് ബലൂണിൻ്റെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടാൽ ദേ മേ ഫോൾ ഡൗൺ ആൻഡ് ഡൈ. അവർ മറിഞ്ഞ് വീണ്, അവർ താഴെ വീണ് മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ദർ ഇസ് ഓൾസോ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദ സ്കൈ, ലൂസിങ് ദി കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. ആകാശത്തിൽ ഇങ്ങനെ ഗെറ്റിംഗ് ലോസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൺട്രോൾ എല്ലാം വിട്ട് കുറേ ദൂരം ഇങ്ങനെ പറന്ന് കിടക്കാനുള്ള സാധ്യതയും ഉണ്ട്.
So we may think that it is easy to fly a balloon. One needs thorough knowledge, vast experience, and a good direction sense to fly a balloon. Men need tremendous courage, patience, and tolerance to fly a balloon. And there is always the possibility of a danger since the balloon is a slave of the wind. And if the travelers lose control of it, they may fall down and die. And there is also the possibility of getting lost in the sky and losing the control and the direction. So that's all about the flying process of a balloon. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാവുന്ന 4 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ കൺക്ലൂഷൻ ആയില്ല. ബട്ട് ദ ട്രാവലേഴ്സ് ഹു എൻജോയ്ഡ് ദ ഫ്ലൈറ്റ് ഇൻ എ ബലൂൺ വിൽ ഓൾവേസ് സേ ദാറ്റ് നത്തിങ് ഈസ് മോർ ഡെലിക്കേറ്റ് ദാൻ ദ മാനോവറിങ് ഓഫ് എ ബലൂൺ. ബലൂണിൽ പറന്ന് പരിചയമുള്ള ആളുകൾ എപ്പോഴും പറയും നത്തിങ് ഈസ് മോർ ഡെലിക്കേറ്റ് ദാൻ ദ മാനോവറിങ് ഓഫ് എ ബലൂൺ. ബലൂൺ പറത്തുന്നത് പോലെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മനോഹരമായ ഒരു കാര്യം ഇല്ലാന്ന് തന്നെ ബലൂണിൽ യാത്ര ചെയ്യുന്നവർ എപ്പോഴും പറയും. സോ ദ ട്രാവലേഴ്സ് ഹു എൻജോയ് ദ ഫ്ലൈറ്റ് ഓഫ് എ ബലൂൺ will always say that nothing is more delicate than the maneuvering of a balloon. So that's all. ഇനി ഒരു ഇൻ്റർവ്യൂവും കൂടെ ഒരു സക്സസ്ഫുൾ ട്രാവലറുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ, അല്ലെ ക്യാപ്റ്റൻ ജോവിസുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ. വാട്ട് മെയ്ഡ് യു ട്രൈ സച്ച് ആൻ അഡ്വഞ്ചർ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഡ്വഞ്ചറിന് ശ്രമിക്കാൻ കാരണം? വി ആർ ഓൾവേസ് അഡ്വഞ്ചറസ് പീപ്പിൾ. ഞങ്ങൾ എപ്പോഴും അഡ്വഞ്ചറസ് ആണല്ലോ. ആൻഡ് വി ലൈക്ക് ടു പെർഫോം അഡ്വഞ്ചറസ് തിങ്സ്. ഞങ്ങൾക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. സോ വാട്ട് മെയ്ഡ് യു ട്രൈ സച്ച് ആൻ അഡ്വഞ്ചർ? We are adventurous people and we always like to perform adventurous things. യാത്രയ്ക്ക് മുമ്പാണെങ്കിൽ വെയർ യു എന്ന് ചോദിക്കണം. യാത്രയ്ക്ക് മുമ്പ് ഈ സെയിം ചോദ്യം ചോദിക്കാം. വൈ വാട്ട് മെയ്ഡ് യു ടു ട്രൈ സച്ച് ആൻ അഡ്വഞ്ചർ? ബലൂൺ പറത്തുക പോലെ ഒരു കാര്യം ചെയ്യാൻ താങ്കൾക്ക് എന്തുകൊണ്ട് തോന്നി? ബലൂൺ പറക്കുന്നതിന് മുമ്പും ചോദിക്കാമല്ലോ. ബലൂൺ പറത്തുന്നതിന് മുമ്പാണെങ്കിൽ ആർ യു ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ എന്ന് ചോദിക്കണം. ബലൂൺ പറത്തി തിരിച്ചു വന്ന് കഴിയുമ്പോഴാണെങ്കിൽ വെയർ യു ഒപ്റ്റിമിസ്റ്റിക്, താങ്കൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും. ഐ ഓൺലി സീ ദ ഗുഡ് സൈഡ് ഓഫ് തിങ്സ്. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ ഇഫ് വി ആർ പോസിറ്റീവ് ആൻഡ് അവർ മോട്ടീവ് ഇസ് ജെന്യൂൻ. നമ്മളുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നല്ലതേ സംഭവിക്കും. സോ നോക്കിക്കുക, ആർ യു ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ, അല്ലെങ്കിൽ പറന്നു കഴിഞ്ഞാണെങ്കിൽ വെയർ യു ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ. ഐ ഓൺലി സീ ദ ഗുഡ് സൈഡ് ഓഫ് തിങ്സ്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ ഇഫ് വി ആർ പോസിറ്റീവ് ആൻഡ് ഇഫ് അവർ ഇൻറ്റൻഷൻ ഈസ് ജെന്യൂൻ. എഗെയിൻ ഇത് തുടക്കത്തിലാണെങ്കിലും ചോദിക്കാം സെയിം ക്വസ്റ്റ്യൻ. ഡിഡ് യു ഗെറ്റ് ഗുഡ് സപ്പോർട്ട് ഫ്രം യുവർ ഫ്രണ്ട്സ്? ബലൂൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിക്കാം, അല്ലെ ബലൂണിലെ പറക്കലിനിടയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിക്കാം. ദേ ആർ ദ റീസൺ ബിഹൈൻഡ് ദിസ് അഡ്വഞ്ചർ. ഈ അഡ്വഞ്ചറിൻ്റെ പുറകിൽ അവരാണ്. ദേ മോട്ടിവേറ്റഡ് ആൻഡ് അക്കമ്പനിഡ് മി അറ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റേജ്. ഓരോ സ്റ്റേജിൽ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും എന്നെ അക്കമ്പനി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് ക്യാപ്റ്റൻ ജോയ്സിനുള്ള ചോദ്യമാണ്. ഡിഡ് യു ഗെറ്റ് ഗുഡ് സപ്പോർട്ട് ഫ്രം യുവർ ഫ്രണ്ട്സ്? They are the reason behind this adventure and they motivated and accompanied me at every stage. Do you have any previous experience of flying the balloon? ഈ യാത്രക്കാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യാത്രയ്ക്ക് ശേഷമാണെങ്കിലാണ് ഡിഡ് യു ഹാവ് എന്ന് ചോദിക്കുന്നത്. താങ്കൾക്ക് ബലൂണിൽ പറന്നുള്ള അനുഭവം ഉണ്ടോ? Some of us have made flights in balloons. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ബലൂണിൽ പറന്നിട്ടുണ്ട്. I myself control balloons several times. ഇത് ക്യാപ്റ്റൻ ജോയിസ് ആണ്. ഞാൻ ബലൂൺ പലതവണ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. സോ ഡു യു ഹാവ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ഫ്ലൈയിങ് ദ ബലൂൺ? സം ഓഫ് us have made flights in balloons, but I myself control the balloon several times. So that's all about trip of Lehola. Let's move on to the sacred turtles of Kandau. ഒറ്റ ചോദ്യം. The legend behind the turtle calling. മറ്റൊരു ചോദ്യം, റിച്വൽ ഇൻ യുവർ ലൊക്കാലിറ്റി എന്നുള്ള ചോദ്യമാണ്. റിച്വൽ അത് തനിയെ പഠിച്ചോണം. ഇൻ യുവർ ലൊക്കാലിറ്റി. ഞാനൊരു റിച്വൽ തന്നാൽ എല്ലാവരും അത് തന്നെ എഴുതി വെക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങളൊരു റിച്വൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പലരും പല ഗൈഡുകളിൽ നിന്ന് ഓരോ റിച്വൽസ് പഠിച്ചെടുക്കുക. ഓണം ഈസ് നോട്ട് എ റിച്വൽ, ഓണം ഈസ് എ ഫെസ്റ്റിവൽ. ബട്ട് ഓണത്തിൻ്റെ സമയത്ത് ഒത്തപ്പൂക്കളം ഇടുന്നത് ഒരു റിച്വലാണ്. ദ ആക്ട് ഓഫ് ലേയിങ്, അത്തപ്പൂക്കളത്തിന് എന്താ പറയുക, ഫ്ലോറൽ കാർപ്പറ്റ് എന്ന് വല്ലതും പറയാം. ദ ആക്ട് ഓഫ് ലേയിങ്, LAYING, ആക്ട് ഓഫ് ലേയിങ് ഫ്ലോറൽ കാർപ്പറ്റ് അറ്റ് ദ ടൈം ഓഫ് ഓണം, അത് ഒരു റിച്വലാണ്. സോ ദ ലെജൻഡ് ബിഹൈൻഡ് ദ ടർട്ടിൽ കോളിംഗ്, മനോഹരമായ ഒരു ഷോർട്ട് എസ്സേയാണ്, രസകരമായിട്ട് നമുക്ക് പഠിക്കാം. ദർ ഇസ് എ റിച്വൽ അസോസിയേറ്റഡ് വിത്ത് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ് ഓഫ് കണ്ടാവ്. കണ്ടാവ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഐലൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിച്വൽ ഉണ്ട്. വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ദ കണ്ടാവ് ഐലൻഡ് ഈസ് വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ദ ഫിജി ഗ്രൂപ്പ്. കണ്ടാവ് ഐലൻഡ് ഫിജി ഗ്രൂപ്പിലെ വലിയ ഐലൻഡുകളിൽ ഒന്നാണ്. ദർ ഇസ് എ റിച്വൽ അസോസിയേറ്റഡ് വിത്ത് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ് ഓഫ് കണ്ടാവ്, വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ദ ഫിജി ഗ്രൂപ്പ്. There is a ritual associated with the beautiful island of Kandau, one of the larger islands of the Fiji group. Fiji group വലിയ
ഫിജി ഗ്രൂപ്പിലെ ലാർജർ ഐലൻഡ്സ് ഒന്നായ കണ്ടാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു റിച്വൽ ഉണ്ട്. There is a ritual associated with the beautiful island of Kandavu, one of the larger islands of Fiji group. ആരാണ് ആ റിച്വൽ പ്രിസർവ് ചെയ്യുന്നത്? ദ വിമൻ ഓഫ് നമുവാന പ്രിസർവ് ദ റിച്വൽ ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ. ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ. ദ വിമൻ ഓഫ് നമുവാന വില്ലേജിലെ സ്ത്രീകൾ പ്രിസർവ് ദ റിച്വൽ, അവർ ഒരു റിച്വൽ, ഒരു ആചാരം കീപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റിച്വൽ ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ? കടലിൽ നിന്നും ആമകളെ വിളിക്കുക. ഇറ്റ് ഈസ് എ സ്പ്ലെൻഡിഡ് സൈറ്റ്, മനോഹരമായ കാഴ്ചയാണ്. that all the maidens of Namuana assemble at the bay singing a strange chant. നമുവാനയിലെ സ്ത്രീകളെല്ലാം കൂടി ബേയില് തീരത്ത് വന്ന് നിന്നിട്ട് സിംഗിങ് എ സ്ട്രെയിഞ്ച് ചാൻഡ്, ഏതോ ഒരു അപരിചിതമായ ഒരു ഗാനം മുഴങ്ങും. ആസ് ദേ ചാൻഡ്, അവരങ്ങനെ ആ ഗാനം ആലപിക്കുമ്പോൾ ജയൻ ടേർട്ടിൽസ്, ഭീകരമായ ആമകൾ, വലിയ ആമകൾ, റൈസ് വൺ ബൈ വൺ, ഒന്നിനു പുറകെ ഒന്നായിട്ട് റൈസ് ചെയ്യും, പൊങ്ങി വരും. ആൻഡ് ലൈ ഓൺ ദ സർഫസ് ലിസണിങ് ടു ദ മ്യൂസിക്, മ്യൂസിക്കും കേട്ടുകൊണ്ട് സർഫസിൽ വന്ന് കിടക്കും. ഇഫ് എനി മെമ്പർ ഫ്രം ദ നിയർ ബൈ നബുക്കലേവു വില്ലേജ് ഈസ് പ്രസന്റ്, തൊട്ടടുത്തുള്ള നബുക്കലേവു വില്ലേജിലെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു ദ സർഫസ്, ആമകൾ പൊങ്ങി വരില്ല. ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് ഹാസ് ടു ബി അബാൻഡൻഡ്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ടർട്ടിൽ കോളിംഗ് അബാൻഡൻ ചെയ്യണം, നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ ടർട്ടിൽ പൊങ്ങി വന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ എവിടെയോ നബുക്കലേവു വില്ലേജിൽ ഒരാൾ നിൽപ്പുണ്ട്. അങ്ങനെ വന്നാൽ ടർട്ടിൽ കോളിംഗ് അബാൻഡൻ ചെയ്യണം. സോ നോക്കിക്കേ, there is a ritual associated with the beautiful island of Kandavu, one of the larger islands of the Fiji group. The women of Namuana village preserve a strange ritual, that of calling turtles from the sea. On a day, all the maidens of Namuana village, Kanyagamaran, all the maidens of Namuana village assemble at the bay singing a strange chant. As they chant, giant turtles rise one by one to the surface and they lie on the surface listening to the music. If any member from the nearby Nabukalevu village is present, the turtles will not rise to the surface and the turtle calling has to be abandoned. ഇവിടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നേറ്റീവിനുള്ള ചോദ്യമോ എഴുതാൻ ചോദിച്ചാൽ സിമ്പിൾ അല്ല. ഒന്നാമത്തെ ചോദ്യം എന്തുവാ? വാട്ട് ഈസ് ദ റിച്വൽ ഓഫ് Namuana village? The ritual of calling turtles from the sea. How do they conduct it? How do they celebrate it? How do they perform it? അവർ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്? On a day, all the maidens of Namuana village assemble at the bay singing a strange chant. As they chant, giant turtles rise to the surface one by one and lie on the surface listening to the music. ക്വസ്റ്റ്യനും അവിടെ തന്നെ, ആൻസറും അവിടെ തന്നെ. And it is not a fairy tale. അടുത്ത ചോദ്യം, is it a fairy tale? ക്വസ്റ്റ്യൻ ആണ്. It is not a fairy tale. It actually takes place. നടക്കുന്ന കാര്യമാണ്. And the water in this area is forbidden for the fishing of turtles. ഈ ലൊക്കാലിറ്റിയിലെ വാട്ടർ, കടല്, ടേർട്ടിൽ ഫിഷ് ചെയ്യുന്നത് ഫോർബിഡൻ ആണ്, വിലക്കിയിരിക്കുകയാണ്. ഫോർബിഡ് എന്ന് വെച്ചാൽ വിലക്കാന്ന്. അപ്പോൾ ഇവിടെ മീൻപിടുത്തം അല്ലെ ടർട്ടിലിനെ പിടുത്തം വിലക്കിയിരിക്കുകയാണ്. The fishing of turtles had been forbidden. So it is not a fairy tale. It actually takes place. And the water in this area is forbidden for the fishing of turtles. So ആദ്യം പോലെ നോക്കിക്കേ, there is a strange ritual associated with the beautiful island of Kandavu, one of the larger islands of the Fiji group. ഫിജിയിലെ വലിയ ഐലൻഡുകളിൽ ഒന്നാണ്, പല ഐലൻഡുകളാണ് ഫിജി, അതിലൊരു വലിയ ഐലൻഡാണ് നമുവാന. ആൻഡ് ദ വിമൻ ഓഫ് നമുവാന വില്ലേജ് പ്രിസർവ്, കണ്ടാവു എന്ന് പറയുന്ന ആ സ്ഥലം, അവിടുത്തെ ഒരു വില്ലേജാണ് നമുവാന. Then the women of Namuana village preserve a strange ritual of calling turtles from the sea. On a day, all the maidens of the Namuana village assemble at the bay singing a strange chant. As they chant, giant turtles rise to the surface one by one and they lie on the surface listening to the music. If any member from the Nabukalevu village is present, the turtles will not rise to the surface and the turtle calling has to be abandoned. It is not a fairy tale. It actually takes place and the water in this area is forbidden for the fishing of turtles. There is an ancient legend behind this ritual. ഈ റിച്വലിന് പുറകിൽ ഒരു ഏൻഷ്യൻ്റ് ലെജൻഡ് ഉണ്ട്. ഒരു വലിയ സ്ലൈഡായിട്ട് ഫീൽ ചെയ്യും. ഇത് ഒറ്റ പോയിന്റ് ആയതുകൊണ്ടാണ് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. So there is an ancient legend behind this ritual. എന്താ റിച്വൽ? ആദ്യം നമുക്കൊന്ന് നോക്കാം. Once there lived a beautiful princess named Tineikaboga. ടിനൈക്കബോഗ എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. She
ഷീ ഹാഡ് എ ചാമിങ് ഡോട്ടർ റുദാലിസ്. അവർക്ക് റുദാലിസ് എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം യൂസ് ടു ഗോ ഫോർ ഫിഷിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് പോലെ അവിടെ സ്ത്രീകൾ ഫിഷിങ്ങിനാണ് പോകുന്നത്. രാജകുടുംബത്തിൽപ്പെട്ടവർ ഫിഷിങ്ങിന് പോകും. വൺ ഡേ ദേ വെൻ ടു ദ ഈസ്റ്റ് ബേ. ഒരു ദിവസം അവർ കിഴക്കേ തീരത്തേക്കാണ് പോയത്. സിൻസ് ദേ വെയർ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ്. അവർ ഫിഷിങ്ങിൽ എൻഗ്രോസ്ഡ് ആണ്, മുഴുകിയിരിക്കുകയാണ്. ദേ ഡിഡ് നോട്ട് നോട്ടീസ് എ ഗ്രേറ്റ് വാർ കെനോയ്. കെനോയ് എന്ന് വെച്ചാൽ വള്ളം, കപ്പൽ, ഒരു വലിയ യുദ്ധക്കപ്പൽ. ഫിൽഡ് വിത്ത് ഫിഷർമെൻ ഓഫ് ദ നിയർ ബൈ നബുക്കലേവ് വില്ലേജ്. തൊട്ടടുത്തുള്ള നബുക്കലേവ് വില്ലേജിലെ ഫിഷർമെനെ കുത്തി നിറച്ചുകൊണ്ട് വരുന്ന ഒരു വാർ കെനോയ്. ഫിഷർമെൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ യോദ്ധാക്കൾ ഫിഷർമെൻ തന്നെയാണ്. അപ്രോച്ചിങ് ദം, അവരുടെ അടുത്തേക്ക് വരുന്നവർ കണ്ടില്ല. സോ ബിക്കോസ് ദേ വെയർ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ്, അവർ ഫിഷിങ്ങിൽ മുഴുകിയിരിക്കുക. അപ്പോൾ ഒരു വാർ കെനോയ് വരുന്നവർ കണ്ടില്ല. ദ ഫിഷർമെൻ സീസ്ഡ് ദ ടു വിമൻ. ആ എതിർ രാജ്യമല്ലേ, അയൽ രാജ്യം, ശത്രുരാജ്യമല്ലേ, അവർ ഈ സ്ത്രീകളെ പിടിച്ചു വെച്ചു. ഓൾദോ ദേ പ്ലെഡഡ് ഫോർ ദെയർ ലൈഫ്. പ്ലീഡ് എന്ന് വെച്ചാൽ യാചിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, ജീവന് വേണ്ടി യാചിച്ചെങ്കിലും ദ ക്രൂവൽ വാരിയേഴ്സ് ഡിഡ് നോട്ട് ലിസൺ ടു ദെയർ എൻട്രിറ്റീസ്. എൻട്രിറ്റീസും റിക്വസ്റ്റുകൾ തന്നെയാണ്. പരിദേവനങ്ങൾ നോക്കാം, നമ്മൾ മലയാളത്തിൽ പറയും അപേക്ഷകൾ. ഞങ്ങളെ വെറുതെ വിടുന്നുള്ള അപേക്ഷ ഒന്നും അവർ കേട്ടില്ല. ക്രൂവൽ വാരിയേഴ്സ് ആയിരുന്നു. ദ ഗോഡ്സ് ഓഫ് ദ സീ വെയർ കൈൻഡ്. ആ സീ ഗോഡ്സ് വളരെ ദയാലു ആയിരുന്നതുകൊണ്ട് എ ഗ്രേറ്റ് സ്റ്റോം അറോസ്. ഒരു വലിയ ശക്തമായ കാറ്റ് വീശി. ആൻഡ് ദ കെനോയ് വാസ് ടോസ്റ്റ്. ഈ വള്ളം മറിഞ്ഞു. ആസ് ദ ഫിഷർമെൻ നോട്ടീസ്ഡ്. ഈ ഫിഷർമെൻ നോക്കിയിരിക്കെ ദ ടു വിമൻ ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്. ഈ രണ്ട് സ്ത്രീകളും ടർട്ടിൽസ് ആയിട്ട് മാറി. ദ മെൻ ത്രൂ ദം ഇൻ ടു ദ സീ. ആണുങ്ങൾ ഇവരെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ദ സീ ബിക്കെയിം കാം ആൻഡ് ദ ഫിഷർമെൻ റിട്ടേൺ ടു നബുക്കലേവ്. സീ കാമായി, ഫിഷർമെൻ തിരിച്ച് നബുക്കലേവിലേക്ക് വന്നു. സോ ദെയർ ഇസ് ആൻ ഏൻഷ്യൻ ലെജൻഡ് ബിഹൈൻഡ് ദിസ് റിച്വൽ. Once there lived a beautiful princess named Tinekaboga. She had a charming daughter Rudalis. രണ്ടുപേർക്കും മീൻ പിടിക്കാൻ പോകുന്ന ശീലം ഉണ്ടായിരുന്നു. ബോത്ത് ഓഫ് ദം യൂസ് ടു ഗോ ഫോർ ഫിഷിംഗ്. ഒരു ദിവസം ഒരു കിഴക്കേ തീരത്തേക്ക് പോയി. വൺ ഡേ ദേ വെൻ ടു ദ ഈസ്റ്റ് ബേ. അവർ മീൻപിടുത്തത്തിൽ ശക്തമായി മുഴുകിയിരുന്നത് കൊണ്ട് ഒരു വാർ കെനോയ് വരുന്ന അവർ കണ്ടില്ല. ദേ വെയർ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ്. ദേ വെയർ സോ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ് that they did not notice the approach of a war canoe filled with fishermen from the nearby Nabukalev village. നബുക്കലേവ് വില്ലേജിലെ ഫിഷർമെൻ അവരെ ഫില്ല് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വാർ കെനോയ് ഇവർ കണ്ടില്ല. ആൻഡ് ദ ഫിഷർമെൻ സീസ് ദ ടു വിമൻ. ഫിഷർമെൻ ഇവരെ രണ്ടുപേരും പിടിച്ചു വെച്ചു. ഓൾദോ ദേ പ്ലെഡഡ് ഫോർ ദെയർ ലൈഫ്. ജീവന് വേണ്ടി യാചിച്ചെങ്കിലും ദ ഫിഷർമെൻ ഡിഡ് നോട്ട് ലിസൺ ടു ദെയർ എൻട്രിറ്റീസ്. അവരുടെ റിക്വസ്റ്റ് ഒന്നും കേൾക്കാൻ ഫിഷർമെൻ തയ്യാറായില്ല. However, the gods of the sea were kind. Sea gods വളരെ കൈൻഡ് ആയിരുന്നു. There arose a big storm. അവിടെ ശക്തമായ ഒരു കാറ്റ് വീശി. And the canoe was tossed. അവരുടെ വള്ളം മറിഞ്ഞു. And as the fishermen noticed, ഫിഷർമെൻ നോക്കി നിൽക്കുന്ന സമയത്ത് the two women changed into turtles. ഈ രണ്ട് സ്ത്രീകളും ആമകളായി മാറി. The fishermen threw them into the sea. ഫിഷർമെൻ അവരെ പിടിച്ച് കടലിലേക്ക്. The sea became calm and they returned to Nabukalev. Sea calm ആയി അവർ നബുക്കലേവിലേക്ക് തിരിച്ചുപോയി. And it is believed that, വിശ്വാസം ഇങ്ങനെയാണ്, the turtles that rise to the surface, സർഫസിലേക്ക് പൊങ്ങി വരുന്ന ടർട്ടിലുകൾ, when the women chant, സ്ത്രീകൾ ചാൻഡ് ചെയ്യുമ്പോൾ സർഫസിലേക്ക് പൊങ്ങി വരുന്ന ടർട്ടിലുകൾ are the descendants പിൻഗാമി, are the descendants of Tinekaboga and Rudalis. ടിനേക്കബോഗയുടെയും റുദാലിസിന്റെയും ഡിസെൻഡൻസ് ആണ് പൊങ്ങി വരുന്നത്. It is believed that the turtles that rise to the surface, the turtles which rise to the surface when the women chant, സ്ത്രീകൾ ചാൻഡ് ചെയ്യുമ്പോൾ സർഫസിലേക്ക് പൊങ്ങി വരുന്ന ടേർട്ടിൽസ് ആർ ദ ഡിസെൻഡൻസ് ഓഫ് ടിനേക്കബോഗ ആൻഡ് റുദാലിസ്. ടിനേക്കബോഗയുടെയും റുദാലിസിന്റെയും ഡിസെൻഡൻസ് ആണ്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ട് തന്നെയാണ്, ഇഫ് എനി മെമ്പർ ഫ്രം ദ നിയർ ബൈ നബുക്കലേവ് വില്ലേജ് ഈസ് പ്രസന്റ്, നബുക്കലേവിലെ ആരെങ്കിലും പ്രസന്റ് ആണെങ്കിൽ ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു സർഫസ്. ടേർട്ടിൽസ് സർഫസിലേക്ക് റൈസ് ചെയ്യില്ല. അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ റിച്വൽ? വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ റിച്വൽ ഓഫ് ടേർട്ടിൽ കോളിംഗ്? മുമ്പേ പറഞ്ഞ കാര്യം എഴുതാം. ആൻഡ് why don't the turtles rise to the surface when a member of Nabukalev village is present? The turtles that rise to the surface are the descendants of Tinekaboga and Rudalis. Since the Nabukalev warriors attacked them, the turtles do not rise to the surface. Questions? So let's look into the legend once again. There is an ancient legend behind this ritual.
Once there lived a beautiful princess named Tinekaboga. She had a charming daughter Rudalis, and both of them used to go for fishing. One day they went to the East Bay, and they were so engrossed in fishing that they did not notice the approach of a war canoe filled with fishermen from the nearby Nabukalevu village. The fishermen seized the two women. Though they pleaded for their lives, the cruel warriors did not listen to their entreaties. However, the gods of sea were kind. There arose a big storm. The canoe was tossed, and as the fishermen noticed, the two women changed into turtles, and the fishermen threw them into the sea. The sea became calm, and they returned to Nabukalevu. It is believed that the turtles rise to the surface when the women chant. It is believed that the turtles rise to the surface when the women chant are the descendants of Tinekaboga and Rudalis. It is believed that the turtles rise to the surface when the women chant are the descendants of Tinekaboga and Rudalis. That is why if a member from the nearby Nabukalevu village is present, the turtles do not rise to the surface. Question: what is the ritual behind? What is the story behind the ritual? Or what is the legend behind the ritual? Another question: why don't the turtles rise to the surface when there is a member of Nabukalevu village is present? ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ടുണ്ടാകാം. ആദ്യം നോക്കിക്കേ. There is a ritual associated with the beautiful island of Kandau, one of the larger islands of the Fiji group. The women of Namoana village preserve a strange ritual of calling turtles from the sea. On a day, all the maidens of Namoana village assemble at the bay singing a strange chant. As they chant, giant turtles rise to the surface one by one, and they lie on the surface listening to the music. If any member from the nearby Nabukalevu village is present, the turtles do not rise to the surface. It is not a fairy tale. It actually takes place, and the water in this area is forbidden for the fishing of turtles. So what are the questions? What is the ritual of Namoana women? How do they perform it? Is it a fairy tale? What is the legend behind this ritual? Why don't the turtles rise to the surface when there is a member from the Nabukalevu is present? So there is an ancient legend behind this. Once there lived a beautiful princess named Tinekaboga. She had a charming daughter Rudalis, and both the women go for fishing. One day they went to the East Bay. They were so engrossed in fishing that they did not notice the approach of a war canoe filled with fishermen from the nearby Nabukalevu village. The fishermen seized the two women. Although they pleaded for their lives, the cruel warriors did not listen to their entreaties. However, the gods of the sea were kind. There arose a big storm. The canoe was tossed, and as the fishermen noticed, the women changed into turtles, and they threw them into the sea. The sea became calm, and they returned to their native land, Nabukalevu. And it is believed that the turtles rise to the surface are the descendants of Tinekaboga and Rudalis. It is believed that the turtles rise to the surface are the descendants of Tinekaboga and Rudalis. That is why, if there is a member from the Nabukalevu village is present, the turtles will not rise to the surface. One may doubt the truth behind the legend. ഈ ലെജൻഡിൻ്റെ സത്യവും അസത്യവും നമ്മൾ സംശയിച്ചേക്കാം. ബട്ട് വൺ കനോട്ട് ഡൗട്ട് ദ പവർ ഓഫ് ദ ചാൻഡിങ് ഓഫ് വിമൻ. സ്ത്രീകളുടെ ആ ചാൻഡിങ്ങിൻ്റെ പവറിനെ നമുക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് it is so beautiful that the turtles rise to the surface. I'll once again repeat it so that you could learn it very easily. There is a ritual associated with the beautiful island of Kandau, one of the larger islands of the Fiji group. The women of Namoana village preserve a ritual that of calling turtles from the sea. It is a splendid sight that all the maidens of the Namoana village assemble at the bay singing a strange chant. As they chant, giant turtles rise to the surface one by one, and they lie on the surface listening to music. If any member from the nearby Nabukalevu village is present, the turtles will not rise to the surface. It is not a fairy tale. It actually takes place, and the water in this region is forbidden for the fishing of turtles. There is an ancient legend behind this ritual. Once there lived a beautiful princess named Tinekaboga. She had a charming daughter Rudalis. Both the women would go for fishing, or used to go for fishing. Would used to, there is a similar meaning. One day they went to the East Bay.
They were so engrossed in fishing that they did not notice the approach of a war canoe filled with fishermen from the nearby Nabucalev village. The fishermen seized the two women. Although they pleaded for their lives, the fishermen, the cruel warriors, did not listen to their entreaties. However, the gods of sea were kind. There arose a big storm. The canoe was tossed. As the fishermen noticed, the two women changed into turtles. The fishermen threw them into the sea. The sea became calm and they returned to Nabucalev. It is believed that the turtles rise to the surface are the descendants of Tinekabog and Rudalis. That is why when a member from the nearby Nabucalev village is present, the turtles do not rise to the surface. One may doubt the legend behind the turtle, but one cannot doubt the power of the chanting of women. So this is the summary. Interview with a native of Kandav. ഒന്നുകിൽ കണ്ടാവൂലെ നേറ്റീവ് അല്ലെങ്കിൽ ഒരു വിസിറ്റർ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നോക്കാം. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഓഫ് വിസിറ്റിംഗ് കണ്ടാവ്? അതൊരു നേറ്റീവിനോട് ചോദിച്ചാലോ, വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് യുവർ പ്ലേസ്? വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് പ്ലേസ്? നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ പറ്റി എന്ത് പറയും? ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാന ഈസ് എ പാർട്ട് ഓഫ് ഫിജി ഐലൻഡ്സ്. ഈ നമുവാന വില്ലേജ് ഫിജി ഐലൻഡ്സിൻ്റെ പാർട്ടാണ്. ദർ ഇസ് എ സ്ട്രേഞ്ച് ആൻഡ് ഇൻട്രസ്റ്റിംഗ് റിച്വൽ. ഇവിടെ അതിമനോഹരമായൊരു റിച്വലുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ റിച്വൽ എന്നാണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റിച്വൽ? വാട്ട് ഈസ് ദ റിച്വൽ? എന്താ റിച്വല്? ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. അടുത്തത് എന്ത് ചോദിക്കാം? ഹൗ ഡു ദേ പെർഫോം ദ റിച്വൽ? ഹൗ ഡു ദേ പെർഫോം ദ റിച്വൽ? ഓർ ഹൗ ഡു യു പെർഫോം ദ റിച്വൽ? എങ്ങനെയാ? ഓൺ എ ഡേ ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദ നമോന വില്ലേജ് അസംബിൾ അറ്റ് ദ ബേ സിംഗിങ് എ സ്ട്രെയിഞ്ച് ചാൻറ്റ്. ആസ് ദേ ചാൻറ്റ് ജയന്റ് ടേർട്ടിൽസ് rise to the surface one by one, listening to the music. What is the story behind this ritual? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. There lived a princess named Tinekabog and Rudalis. She had a charming daughter Rudalis. They used to go for fishing. One day they went to the east bay. They were so engrossed in fishing that they did not watch the approach of a canoe filled with fishermen from the nearby Nabucalevu village. The fishermen seized the two women. Although they pleaded for their lives, the fishermen did not listen to their entreaties. The gods of sea were kind. There arose a big storm. The canoe was tossed. The women changed into turtles and they threw them into the sea. So why don't the turtles rise to the surface when there is a member from Nabucalev is present? Because the turtles rise to the surface are the descendants of Tinekabog and Rudalis. They were once treated cruelly by the warriors, by the Nabucalev warriors. That is why they don't rise to the surface. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈസ് ഇറ്റ് എ ഫെയറി ടെയിൽ? നമ്മളിവിടെ പറഞ്ഞില്ല ഈസ് ഇറ്റ് എ ഫെയറി ടെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് എ ഫെയറി ടെയിൽ? എന്ത് പറയാം ആൻസർ? ഇറ്റ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ. ഇറ്റ് ആക്ച്വലി ടേക്സ് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് റീജിയൻ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ദ ടേർട്ടിൽസ് ഗോ ബാക്ക് വെൻ ദർ ഇസ് എ പ്രസൻസ് ഓഫ് സമോൺ ഫ്രം നബുക്കലേവ്? നബുക്കലേവിൽ ആരെങ്കിലും പ്രസന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ടേർട്ടിൽസ് തിരിച്ചു പോകുന്നു? ബിക്കോസ് the turtles that rise to the surface are the descendants of Tinekabog and Rudalis. Once they were attacked by the fishermen from Nabucalevu, so they don't rise to the surface. Do you celebrate this ritual every year? അവിടുത്തുകാരനോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. Yes, we do. അല്ലെ നമ്മൾ യാത്രക്കാരനോട് ചോദിച്ചാൽ do they celebrate this ritual every year? Yes, they do എന്ന് പറയേണ്ടി വരും. This celebration is a part of our life. നമ്മൾ പറയുമ്പോൾ their life എന്ന് പറയും. ഈ സെലിബ്രേഷൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. It is based on the myth of the princess and the fisherman. ഫിഷർമെൻ്റെയും പ്രിൻസസിൻ്റെയും മിത്തിനെ ബേസ് ചെയ്താണ് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. ഡു യു സെലിബ്രേറ്റ് ദ റിച്വൽ എവറി ഇയർ? യെസ്, വി ഡു. ദിസ് സെലിബ്രേഷൻ ഇസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മിത്ത് ഓഫ് ദ പ്രിൻസസ് ആൻഡ് ദ ഫിഷർമാൻ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ആയി, എന്നാലും ഏതെങ്കിലുമൊക്കെ ആംഗിളിൽ എഴുതേണ്ടി വന്നാൽ മാത്രം അതിന് വേണ്ടി തരികയാണ്. വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മോഡേൺ ജനറേഷൻ യങ്സ്റ്റേഴ്സ് ടുവേർഡ്സ് റിച്വൽ? യങ്സ്റ്റേഴ്സിന് ഈ റിച്വലിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താ? ദേ ആർ നോട്ട് സോ മച്ച് ഇൻട്രസ്റ്റഡ്. വലിയ താല്പര്യമൊന്നുമില്ല. ദേ ടെൻ ടു കൺസിഡർ ഇറ്റ് ടു ബി എ സൂപ്പർസ്റ്റിഷൻ. അവർ ഇതിനൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ കാണാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ബട്ട് ദേ കോപ്പറേറ്റ് വിത്ത് അസ് ഇൻ ദ സെലിബ്രേഷൻ. പക്ഷേ ഈ സെലിബ്രേഷനിൽ അവർ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യും. ബിക്കോസ് ദേ വിറ്റ്നസ് ഇറ്റ് ഫ്രം ദെയർ ചൈൽഡ്ഹുഡ്. അവർ കുട്ടിക്കാലം മുതലേ കാണുന്നതായതുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യും. മോർ ഓവർ, അതിലുപരി ഇറ്റ് ഈസ് എ വില്ലേജ് വെയർ ഓൾ ദ യങ്സ്റ്റേഴ്സ് ഹാവിൻ ബിക്കം ദാറ്റ് മച്ച് മോഡേൺ. ഇതൊരു വില്ലേജാണ്. യങ്സ്റ്റേഴ്സ് അത്ര കണ്ടങ്ങ് മോഡേൺ ഒന്നും ആയിട്ടില്ല. സോ വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മോഡേൺ ജനറേഷൻ? Do you celebrate this ritual every year? Yes, we do. This celebration is a part of our life and it is related to the myth of the princess and the fisherman. And what is the attitude of the younger generation towards the ritual? They are not so much interested.
they tend to consider it to be a superstition, but they cooperate with us because they watch it since their childhood. And it is a village, and all the youngsters haven't become that much modern. So that's all about the questions. And the ritual in your locality ഞാൻ പറഞ്ഞു, തനിയെ പഠിക്കുക. ഓണം സെലിബ്രേഷൻ ആണ്, റിച്വൽ അല്ല. ഓണത്തിനിടയ്ക്ക് the act of laying floral carpet അത്തപ്പൂക്കളം ഡ്യൂറിങ് ദ ടൈം ഓഫ് ഓണം. ഓണത്തിനിടയ്ക്ക് പൂക്കളം ഇടുന്ന ആ പരിപാടി, അതൊക്കെ നിങ്ങൾക്ക് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോംപ്രിഹെൻസീവായിട്ട് എങ്ങനെ ചോദിച്ചാലും എഴുത്തക്ക രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. നമ്മൾ പൊതുവെ ഒഴിവാക്കുന്ന യൂണിറ്റുകളാണ് 3, 4 ഒക്കെ. പ്രത്യേകിച്ച് കഥകൾ പഠിക്കും. ഇപ്പം സെറാങ് ഓഫ് രണഗൻ ചിലപ്പോൾ നമ്മൾ പഠിക്കുമായിരിക്കും, പക്ഷേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റോ ട്രിപ്പ് ഓഫ് ലഹോളയോ ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. നെവർ ഡു ദാറ്റ്. അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഈ വീഡിയോസ് ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ നിർബന്ധമായിട്ട് ഈ 3rd യൂണിറ്റ് നിങ്ങൾ കാണുക തന്നെ വേണം. വീണ്ടും കാണുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.